ഇന്ന് എൻ്റെ 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ചെറു കൈകളിൽ ഒരു പെൻസിൽ പിടിച്ച് ഒരു കത്ത് എഴുതുവാൻ തീരുമാനിച്ചു. പക്ഷേ ഈ കത്ത് സാധാരണക്കാരനായ ആരെയെങ്കിലും ഉദ്ദേശിച്ചിട്ടുള്ളതൊന്നുമല്ല. ഇത് നേരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിനുള്ളതായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് കുട്ടികൾ എന്നോട് ചോദിച്ചു, സാറേ ഞങ്ങൾ എന്തിനെക്കുറിച്ച് എഴുതണം? നമ്മുടെ സ്കൂളിനെക്കുറിച്ച് എഴുതണോ? നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതണോ? നമ്മുടെ നാടിനെക്കുറിച്ച് എഴുതണോ? അതോ കടലാക്രമണത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിച്ചതിനെക്കുറിച്ച് എഴുതണോ? അവർ അവരുടെ അധ്യാപകനുമായി സംസാരിച്ച ഓരോ വിഷയവും അത് ആനുകാലിക പ്രസക്തിയുള്ളത് തന്നെയായിരുന്നു. വിദ്യാഭ്യാസം എന്നത് വെറും പാഠപുസ്തകങ്ങളല്ലല്ലോ, അതൊരു ബന്ധമാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും ബന്ധം, കുട്ടികളുടെയും സമൂഹത്തിൻ്റെയും ബന്ധം, കുട്ടികളുടെയും ഭരണത്തിൻ്റെയും ബന്ധം. ഈ കത്താണ് ആ ആത്മബന്ധത്തിൻ്റെ പുനർസ്മരണം. കത്ത് പൂർത്തിയായപ്പോൾ കുട്ടികൾ അതിനെ അലങ്കരിക്കുകയും ചെയ്തു. അവസാനം അവർ ഒരുമിച്ച് പറഞ്ഞു, സാറേ ഞങ്ങൾ പഠിക്കും, നന്നായി പഠിക്കും. നമ്മളെവിടാ പോകുന്നത്? എന്തിനാ പോകുന്നത്? ആർക്കാ കത്തെഴുതിയിരിക്കുന്നത്? ആരാ ശിവൻകുട്ടി സാർ? ഇന്നിതാ ആ കത്തിൻ്റെ കഥ നമ്മുടെ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളുടെയും സ്നേഹത്തിൻ്റെ തെളിവായി. അവർ എഴുതിയ ഓരോ വാക്കും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നന്മയുടെ വഴികൾ. ആ നന്മയുടെ വഴികൾ വിദ്യാഭ്യാസം എന്നത് പുസ്തകം മാത്രമല്ല, അത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കടക്കുന്ന ഒരു ബന്ധമാണ്. ശിവൻകുട്ടി സാറിന് എഴുതിയ ഈ കത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കുട്ടികളുടെ ശബ്ദം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുവാനും സഹായമാകട്ടെ. കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹലേഖനം കണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇവരാണ് നമ്മുടെ ഭാവി, ഇവരാണ് നമ്മുടെ പ്രതീക്ഷ, ഇവരാണ് നാളെയുടെ ഇന്ത്യ. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രശ്നത്തെയും വളരെ സമർത്ഥമായിട്ട് തന്നെയാണ് നേരിടുന്നത്. അതുതന്നെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. ഇനിയുള്ള കാലം അത്രയും ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ കുട്ടികളുടെ ജീവിതത്തിൽ, കുട്ടികളുടെ ഭാവിയിൽ, കുട്ടികളുടെ വഴികളിൽ എന്നും അവരെ കൈപിടിച്ച് നടത്തുന്ന ഒന്നായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ മക്കൾ ചെല്ലാനം സെൻറ്റ് മേരീസ് LP സ്കൂളിൽ ചേർന്ന് പഠിക്കട്ടെ. അവർ മിടുക്കരായി വളരട്ടെ.